ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് അത് തന്നെ ഒരു വൂൾ ഫാം. അപ്പോൾ നമുക്ക് നേരെ ഇവനെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ വൂൾ ഫാം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഷീപ്പിന് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഒന്ന് മാറിക്കും. നമ്മുടെ ഇൻവെൻട്രി ഒന്ന് ക്ലീൻ ആക്കി. ഇതിനകത്ത് ഫുള്ള് സാമ്പിളുകൾ നടക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻവെൻട്രി ക്ലീൻ ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഇൻവെൻട്രി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിലുള്ള എല്ലാ ഐറ്റംസും ഞങ്ങൾ വാരിയേക്കാം. ഓക്കെ, അത് വാരിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ വൂൾ ഫാം അങ്ങ് സെറ്റ് ചെയ്യാം. ഇതെവിടെ ഉണ്ടാക്കും? നമുക്ക് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാമേ. ഒരു കാര്യം മറന്നുപോയി. ഇതുണ്ടാക്കാൻ ഗ്രാസ് ബ്ലോക്ക് വേണം. നമുക്ക് ഇവിടെ വല്ലതും സെറ്റ് ചെയ്ത് വെക്കണം. മറ്റേ ഇവൻ്റെ ഈ ഗ്രാസ് ബ്ലോക്ക് ആണോ എൻഡർമാൻ്റെ കയ്യിൽ? എന്നാൽ അവൻ ലക്ക് നോക്ക്, ഇത് ഡ്രോപ്പ് ചെയ്താൽ മതി. എടാ അവൻ വെച്ചടാ അവിടെ, കഷ്ടോടാ. അവൻ പോവുകയും ചെയ്തു. അതാ ഇവിടെ ഇവിടെ അതുകൊണ്ട് അവനെ ഉണ്ടോ വാ പെട്ടെന്ന് പെട്ടെന്ന് വെച്ചാനേ. ഓക്കെ, വാ ചത്തോടാ. ഇവിടെ ലാവേ വീണടാ. എൻ്റെ പുലി. അപ്പം ഞാൻ ലാവേ കിടന്ന് അവനെ കൂട്ട് വായടച്ച അലറേണ്ട ആവശ്യം വന്നത്. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ അങ്ങ് സെറ്റ് ചെയ്ത് നോക്കാം. എൻ്റെ ലക്ക് അനുസരിച്ചോടാ, ഭയങ്കര ലക്കല്ലേ. ആർക്കും ഇല്ലാത്ത എത്രയും ലക്കുണ്ട് എനിക്ക്. മുടക്കി വെക്ക്. അതും അടച്ച് വെക്കണം. ഫുള്ള് കിരുത്താണെന്ന് തോന്നുന്നു. ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോംബി ഇവനൊക്കെയോ വീഴുന്നുണ്ട്. ഞാൻ അവനെ കണ്ടിട്ടില്ല. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഇങ്ങനെ ഡിസ്പെൻസർ വെക്കണം. കുറച്ചും കൂടെ അങ്ങോട്ടൊന്ന് പോകണം. കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരു പ്രാവശ്യം കൂടെ. ഓക്കെ, ഇനി നമുക്ക് പണി തുടങ്ങാം. ആദ്യം ഇതിങ്ങനെ വെക്കണം. എന്നിട്ട് ബാക്കിൽ നിന്ന് 3 കുഴി ഇങ്ങനെ എടുത്തിട്ട് ഒരു കുഴിയും കൂടെ ഡയറക്റ്റെല്ലാം തിരിച്ചെടുത്തിട്ട് ഒരു ഒബ്സർവർ എടുക്കണം. എന്നിട്ട് ഒബ്സർവർ അങ്ങോട്ട് നോക്കി വയ്ക്കുന്ന വരെ വെക്കണം. ഇങ്ങനെ ഇരിക്കണം. ഈ ചുമന്ന ഇത് പോയിൻ്റ് ഇവിടെ വരണം. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അടയ്ക്കണം തിരിച്ച്. എന്നിട്ടൊരു റെഡ് സ്റ്റോൺ ഡസ്റ്റ് എടുത്തില്ല ഞാൻ. എന്നാലും എന്നാത്ത് വെച്ചായിരുന്നല്ലോ. കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുണ്ട്. ഒരു റെഡ് സ്റ്റോൺ ഡസ്റ്റ് എടുത്തിട്ട് നേരെ അതിൻ്റെ ബാക്കിൽ ഇവിടെ ആയിട്ട് വെക്കണം. ഓക്കെ, അത് സെറ്റ്. ഇനി നേരെ ഇപ്പുറത്തോട്ട് വന്നിട്ട് ഈ ഗ്ലാസ് എടുക്കണം. എന്നിട്ട് 1 2 അതുപോലെ തന്നെ ഇവിടെ, അതുപോലെ തന്നെ ഇവിടെ. ഓക്കെ, ഇനി ഒരു ഡേർട്ട് എടുത്ത് ഇവിടെ വെക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ കടയിൽ പോയിട്ട് വന്നതാണ്, അതുകൊണ്ടാണ് കുറച്ച് താമസിച്ചത്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ഥലം നഹി കോ കർത്താ നോക്കട്ടെ. ഇങ്ങനെ ഒഴിച്ചിട്ടും ഇവിടെ 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 അത് കറക്റ്റല്ല. അപ്പം ഇങ്ങനെ ഇവിടുന്ന് അല്ല ഇവിടുന്നല്ല, അപ്പം ഇവിടുന്ന് ചോദിച്ചാൽ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ എന്നിട്ട് ഓക്കെ കറക്റ്റ്. എന്നിട്ട് ഓക്കെ കറക്റ്റാണ്. ഇനി തിരിച്ചത് വെക്കണം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റും ഹോപ്പറും കയ്യിലോട്ട് എടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഇവിടെ വെക്കണം. ഹോപ്പർ തൊട്ട് നോക്കിയിരിക്കണം. ഓക്കെ, ഇനി മറ്റേ റെയിലും അതിനെക്കാട്ടും എടുത്ത ഹോപ്പറും എടുക്കണം. എന്നിട്ട് ആ റെയില് ഹോപ്പറിൻ്റെ വണ്ടേ പ്ലേസ് ചെയ്യണം. എന്നിട്ട് മൈൻകാട്ട് വിത്ത് ഹോപ്പർ അതിൻ്റെ വണ്ടേ പ്ലേസ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ബ്ലോക്ക് വെക്കണം. ഇനി നമ്മൾ എന്തോരം നീഞ്ചാണ്ട് ഇനി നമ്മൾ ഇന്ന് അതിൻ്റെ അകത്തോട്ട് സോംബിയല്ല ഇമ്മരെ പിടിച്ചിട്ടാൽ മതി. ഓക്കെ വെയിറ്റ് സംഭവം കാണിച്ചു തരാം. അത്രേ ഉള്ളൂ. ഇനി അവന്മാർ രണ്ടുപേരും ഫൈറ്റ് ഉണ്ടാക്കി സംഭവം കഴിഞ്ഞോളൂ. ഫൈറ്റ് ഉണ്ടാക്കിക്കോ. കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞ് ഫൈറ്റ് ഉണ്ടാക്കുക. അങ്ങോട്ടോ 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 അങ്ങോട്ടോ. അയ്യോ പെട്ടെന്ന് കൊടുത്തു. സമ്മതിക്കത്തില്ലടാ. ഓക്കെ, ഇനി നമുക്ക് നേരെ കിടന്നുറങ്ങാൻ പോകാം. ഓക്കെ ഓക്കെ, അവൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫാം കംപ്ലീറ്റ് ആക്കാം. ഇവിടെങ്ങാണ്ട് ഓക്കെ കംപ്ലീറ്റ് ആക്കാൻ ഒരു ഷീപ്പിനെ പിടിച്ചിടണം. അതിനുവേണ്ടി നമ്മുടെ വീറ്റ് ഫാമിൽ നിന്ന് ഒരു വീറ്റും എടുക്കണം. തിരിച്ചാട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു ഷീപ്പിനെ പിടിച്ചുകൊണ്ട് വരാം. ഇത്രയും നേരം ഇവിടെ ഷീപ്പ് ഉണ്ടായിരുന്നു. കടത് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഷീപ്പുമില്ല. അതാണ് അങ്ങനെ നടക്കത്തുള്ളൂ. അല്ലെങ്കിലും കണ്ടോ അതാണ്ട് വന്നെടുത്തൻ. ഇവനല്ല, എനിക്ക് വൈറ്റ് ബോൾ വേണ്ടേ.
അച്ഛനെ സോറി കേട്ടോ. ഓക്കെ, വൈറ്റ് ബോളിനെ കിട്ടിയില്ല. വൈറ്റ് ബോളിനെ എങ്ങനെ ഒപ്പിക്കും? ഇവിടെ ഒന്നും വൈറ്റ് ബോളും ഇല്ല. വൈറ്റ് ബോളുള്ള ഷേപ്പ് എന്തൊരു കഷ്ടമാണ് ഇത്. നോക്കി വരുമ്പോൾ ഒന്നിനെ കിട്ടത്തില്ല. അല്ലാത്ത സമയം എവിടെ നോക്കിയാലും ഷേപ്പ്, എവിടെ നോക്കിയാലും കഷ്ടമെന്ന് പറയടേ. ചേട്ടാ നീ കണ്ടോ ഇതിനെ? കണ്ടില്ലെന്ന്. ഒറ്റൊരു ഷേപ്പ് എന്തിരുന്നു. എന്ത് കഷ്ടമെന്ന് പറയടേ. അയ്യോ, ഇപ്പം ഇന്നത്തെ വീണനെ ഒരു ഷീപ്പിനെ നോക്കി വന്നപ്പോൾ ഇല്ല. ഇവനെ തല്ലിക്കൊന്ന അടുത്ത ആൾ സ്പോണാവെന്ന് തോന്നുന്നു. അപ്പോൾ ഇവനെ തല്ലിക്കൊന്നേക്കാം. മച്ചാനെ ഒരു ഷീപ്പ് മതി എനിക്ക് കൗവിനെയൊന്നും വേണ്ട, ഇനി ഷീപ്പിനെ മതി. ഇപ്പം അങ്ങോട്ട് സ്പോണായി. പുത്തൻ എടുത്തനാ വാച്ചാനെ. എടാ താണ്ടാ ദൂണ്ട എടുത്ത് സ്പോണായിരിക്കുന്നു കണ്ടോ. കിട്ടിയപ്പോൾ ചാറ പറ സ്പോണൊക്കെ. വാ പറയാ വാ, പെട്ടെന്നാ ഓടി വാ. നെതറിലൊന്നും കയറി പോവല്ലേ, ഇങ്ങോട്ടോ വാ. എന്നാ ഡേയ് മച്ചാനെ വാ. ഇങ്ങനെ അകത്തോട്ട് കയറും. എന്നാ ഡേയ്. ഞാൻ എന്തൊരു കിടക്കും എന്തായിരിക്കാത്ത ഞാൻ തന്നിട്ട് വീഴത്തെ. അയ്യോ എൻ്റെ ദൈവമേ, വീണവൻ. വലിയൊരു ദൗത്യം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയല്ലേ ഉള്ളു. ഇവിടെ ഞാൻ പൊട്ടത്തിന കാണിക്കുന്നേ. എടാ എൻ്റെ വില്ലേജർ, എൻ്റെ വില്ലേജറിനെ തൊട്ടാലാ അടി. ഓടിക്കോടാ, എന്നെ സംരക്ഷിക്കാൻ ഞാനുണ്ട്. ആടാ ശരിയാടാ, ഞാൻ എന്ത് മണ്ടത്തിലാണ് കാണിക്കുന്നേ. ഷിയർ വെക്കാൻ മറന്നുപോയി. അടിപൊളിയാ കേട്ടോ. ഈ ഷിയർ മൊത്തം ഇന്നത്തെ നോക്കാം. അടിപൊളി മണ്ടത്തിലാണ് കാണിക്കുന്നത്. ഈ എപ്പിസോഡ് ഫുള്ള് ഇത്രയും ഇത് മതിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ നമ്മുടെ വൂൾ ഫാമും ഇവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് നമ്മൾ. ഇവിടെ നമ്മുടെ വൂളെല്ലാം വന്നിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ വൂൾ ഫാമും കംപ്ലീറ്റ്, അതുപോലെ തന്നെ നമ്മുടെ നെതറും വീറ്റ് ഫാമും നമ്മുടെ മെഗാ ബേസും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാം ഒന്നുമല്ല, ഇനി കുറേ ഫാമുകൾ നമ്മൾ ഉണ്ടാക്കും. ഓക്കെ, ഇതൊരു ബേസിക്. എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ആ ബാക്കിൽ ആ ഷിയർ വെച്ച് അവന്മാർ ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാം വർക്കിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും താമസിക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ കുറേ ഇട്ട് താമസിപ്പിക്കുന്നില്ല. ടാറ്റ ബൈ ബൈ.